ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ബിടെക്കിന് ഏത് കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പാർട്ട് ടൈം ജോബ് ബിടെക് പഠിക്കുമ്പോൾ തന്നെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബ് ഇപ്പം നിങ്ങൾ എങ്ങനത്തെ ജോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഓൺലൈൻ ജോബ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പോയി ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് കൊണ്ട് പഠിത്തത്തിൽ എന്തെങ്കിലും സി വരുമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബിടെക് ഞാൻ ഡെയിലി ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ എന്നും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും നമുക്ക് ആ എക്സാം ടൈമിലെങ്കിലും നല്ലോണം ഒന്ന് പഠിച്ചാൽ ജയിക്കാൻ പറ്റും. പിന്നെ പറയുവാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ ഒരു കാര്യം പറയാം, ഒരു നോട്ട് കീപ്പ് ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കണം. അത് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് നോട്ട്സ് തന്നെ കീപ്പ് ചെയ്യണം. ഒരു നോട്ട് ഓരോ സബ്ജക്റ്റിനും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിൽ അത് റെഫർ ചെയ്യുമ്പം നല്ലതാണ്. കാരണം നമ്മൾ കോളേജില്ല ഒന്നും എഴുതാണ്ട് നോട്ടൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുവാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ K2 നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഫോണിൽ നോക്കി പഠിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഈ നോട്ട് നമുക്ക് ഒരു ചെറുതായിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി വെക്കാനെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്ക് വേണം. എല്ലാം ഇരുന്ന് എഴുതണമെന്നല്ല. അപ്പം അതുകൊണ്ടൊരു നോട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അസൈൻമെന്റ്സിന്റെ കാര്യം. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരാണെങ്കിലും അസൈൻമെന്റ്സ് നമുക്ക് പറഞ്ഞ ദിവസം തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന മാർക്കാണ്. ഇന്റേണൽ 35 ആവാൻ വേണ്ടി അസൈൻമെന്റിന്റെ മാർക്കൊന്നും നമ്മൾ മാക്സിമം കളയരുത്. അവർ പറയുന്ന ഡേറ്റ് തന്നെ മാക്സിമം അസൈൻമെന്റ് എല്ലാം വെക്കാൻ നോക്കണം. അസൈൻമെന്റിന് തന്നെ 15 മാർക്ക്. അത് ചിലപ്പോൾ 3 അസൈൻമെന്റ് കാണും, സ്പ്ലിറ്റേഷൻ 5 വെച്ചിട്ട് 3 അസൈൻമെന്റ് കാണും, അല്ലെങ്കിൽ 2 എണ്ണം 7.5 മാർക്കിന്റെ അസൈൻമെന്റ് കാണും. അതൊക്കെ ഓരോ കോളേജ് ഡിപ്പെൻസ് ആണ്. അപ്പോൾ അസൈൻമെന്റ് കൃത്യസമയത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ പാർട്ട് ടൈം ജോബ് നിങ്ങൾ അധിക സമയം എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ദിവസം മിനിമം ഒരു 3 മണിക്കൂർ വെച്ച് ഈ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട്സ് പഠിച്ചാൽ നമുക്ക് നല്ലൊരു ഗ്രേഡ് കിട്ടാൻ പറ്റും. അതുകൊണ്ട് പാർട്ട് ടൈം ജോബ് നിങ്ങൾ ഇതിനോട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം 3 മണിക്കൂർ പഠിച്ചാലും നല്ല ഗ്രേഡ് കിട്ടും. അപ്പോൾ എക്സാം സമയത്തെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം 7 to 8 റേഞ്ചിൽ SGPA കിട്ടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്ററിന്റെ കേസിലോട്ട് വരാം. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് 4 വർഷത്തേക്ക് നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ 4 വർഷത്തേക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്ററാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പലത് വാങ്ങുന്നവരുണ്ട്. 950 കാൽക്കുലേറ്റർ, 1000 കാൽക്കുലേറ്റർ, അങ്ങനെ പലർക്കും പലതായിരിക്കും. അപ്പോൾ ഗായ്സ്, എന്തായാലും ഇരിക്കുന്നത് FH 991 ES Plus എന്ന് പറഞ്ഞൊരു കാൽക്കുലേറ്റർ ആണ്. ഇതിന് 1100 പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ നമുക്ക് 4 വർഷവും ഉള്ള സിലബസ് എല്ലാ കാര്യങ്ങളും ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ചിലർ വിചാരിക്കും ഇപ്പം ഇത്രയും വലിയ പൈസയുടെ കാൽക്കുലേറ്റർ ആവശ്യമുണ്ടോ, ഇതിനെക്കാട്ടിലും ഒരു കുറഞ്ഞ പൈസയുടെ കാൽക്കുലേറ്റർ വാങ്ങിയാൽ പോയാൽ അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് ഹയർ സെമ്മിലോട്ട് വരുമ്പം പിന്നെ കൂടുതൽ ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനത്തെ ഇതൊക്കെ വരുമ്പം ഈ ഒരു കാൽക്കുലേറ്റർ ആണ് നല്ലത്. നമ്മൾ 4 വർഷത്തോളം എല്ലാ ഒരു സിലബസിന്റെ സംഭവങ്ങൾ ഇത് കവർ ചെയ്യും. അപ്പം കുറഞ്ഞ കാൽക്കുലേറ്റർ മേടിച്ചാൽ എത്രത്തോളം അത് എഫക്റ്റ് ആവത്തില്ല. നമുക്ക് അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 4 വർഷത്തേക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു കാൽക്കുലേറ്റർ. അപ്പം ഇതാട്ടോ ഗൈസ് ആ കാൽക്കുലേറ്റർ. അപ്പം ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഓണാക്കി കണ്ടോ. ഇതിൽ നമുക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്. പോളാറിലോട്ട് ആക്കാൻ പോൾ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് കണ്ടു, ഇൻവേഴ്സ് കൊസൈൻ ഫങ്ഷൻസ്, ഡെസിമൽ, ബൈനറി, ഇതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഈ മോഡിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കോമ്പൗണ്ട്, കോംപ്ലക്സ്, ഇക്വേഷൻസിനകത്തൊക്കെ ഈ ഒരു ഫോമിൽ വരുന്ന എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം മറ്റേതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ചെറിയ കാൽക്കുലേറ്ററിനകത്തൊക്കെ ഇത്ര ഇല്ല. ഈ സ്ക്വയർ ടേമിൻ്റെ അവിടെ വരെ എങ്ങാണ്ട് ഉള്ളു ചെറിയ കാൽക്കുലേറ്റേഴ്സിൽ. പിന്നെ ഇത് സോളാർ ആട്ടോ ഗൈസ്. അപ്പം ഇതിൻ്റെ ചാർജിങ്, ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് സോളാർ വെച്ചിട്ട് ചാർജ് ആക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ വാങ്ങിയത്, ഞാൻ S1 വാങ്ങിയതാണ്. എനിക്ക് ഇതുവരെ ഇതിനൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇത് നല്ലൊരു കാൽക്കുലേറ്റർ ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ആണ് പറയത്തുള്ളൂ ഓപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്നുള്ള വീഡിയോസിൽ ഞാൻ NPTEL MOOC കോഴ്സസ് അതിനെപ്പറ്റി ആയിരിക്കും ചെയ്യുന്നത്, എൻ്റെ നെക്സ്റ്റ് വ്ളോഗ്. അപ്പോൾ നാളെ 7 മണിക്കായിരിക്കും ഞാൻ നെക്സ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുപോലെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.